നാസർ വലിയൊരു ഫൈസി കൂടത്തായി പ്രതീക്ഷയുണ്ട്. സമരസമിതി ചെയർമാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നാസർ ഫൈസി, ഈ പുറത്തുവന്ന ദൃശ്യങ്ങളും മറ്റു രേഖകളും ഈ കേസിൽ എങ്ങനെ നിർണായകമാകും? അല്ല, സ്വാഭാവികമായിട്ട് ഈ മഴ പൊങ്ങിയ സമയത്ത്, വെള്ളം കയറിയ സമയത്ത് വെള്ളം പുഴയിൽ കൊണ്ട് കയറുന്നത് ഈ മാലിന്യ പ്ലാന്റിൽ എത്തുകയും അതുവഴി അവിടെ ഉണ്ടായിരുന്ന മാലിന്യങ്ങളൊക്കെ ഇളകി പുഴയിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ജനങ്ങൾക്ക് വളരെ ദുസ്സഹമായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ സന്ദർശനം നടത്തുകയും അവർക്ക് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തത്. അതിനടിസ്ഥാനത്തിലാണ് പിന്നെ ആ സമരം ശക്തിപ്പെടാൻ ഇടയായത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ മലിനീകരണം പ്രകൃതിയെ സാരമായി ബാധിക്കുകയും ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യം പരിസരത്ത് ഉടലെടുക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഇതിന്റെ പ്രതിഷേധങ്ങൾ ശക്തിപ്പെടുകയും കേരള ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ പുറപ്പെടുവിച്ചത്. ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അത് നിർത്തിയത്. പിന്നീട് കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേ വാങ്ങിയെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ചർച്ചയിൽ അത് ജനങ്ങൾക്ക് അനുകൂലമായ ഒരു സമീപനത്തിലേക്ക് പിന്നെ എത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും 13-ാം തീയതി കേസ് നടക്കുകയാണ്. സമരസമിതി വളരെ ശക്തമായി തന്നെ പ്രക്ഷോഭത്തിലാണുള്ളത്. ജനങ്ങൾ മുഴുവനും ഈ സമരത്തോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മുഴുവൻ ജനങ്ങളും ഒന്നിച്ചൊറ്റക്കെട്ടായി ഈ പ്ലാന്റിനെതിരെ ശബ്ദിക്കുക എന്ന് പറയുമ്പോൾ ഒരു സ്വാഭാവികമായിക്കൊണ്ടും ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത, അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത, അവർക്ക് വായു ശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ രാഷ്ട്രീയ പക്ഷം ചേരലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷപാതപരമായ ഒരു ഇടപെടലോ സമരസമിതിയുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. സമരസമിതി പൂർണ്ണമായും ജനങ്ങളുടെ കൂടെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ കാഠിന്യം അത് വർദ്ധിക്കും. ഓരോ ദിവസം കഴിയും തോറും പല മറുനാട്ടിൽ നിന്നുകൊണ്ടൊക്കെ, പല പരിസര പ്രദേശത്തു നിന്നുകൊണ്ടൊക്കെ ആളുകൾ ഈ സമരത്തോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് ഗൗനിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.